ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ മനസ്സ് നിറച്ച ടീമാണ് ബ്രസീൽ. 5 ലോക കിരീടങ്ങൾ നാട്ടിലെത്തിച്ച കാനറികൾ 2002 വിജയത്തിന് ശേഷം പ്രതിരോധത്തിലാണ്. ഒരു കാലത്ത് കരുത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പര്യായമായ ഒരു സംഘമായിരുന്നു അവർ. മൈതാനത്തെ പുളകം കൊള്ളിച്ച ഗോളുകളും എതിരാളികളെപ്പോലും വിസ്മയിച്ച മുന്നേറ്റങ്ങളുമായി കളം നിറഞ്ഞ മഞ്ഞപ്പട. ഇന്ന് മഞ്ഞപ്പട തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അതിനുള്ള പാത അവർ വെട്ടിക്കഴിഞ്ഞു. കപ്പടിക്കാൻ കുറിച്ച് ഖത്തറിലേക്ക് വിമാനം കയറുകയും പിന്നാലെ ഖത്തറിൻ്റെ മണ്ണിൽ നിന്ന് തലതാഴ്ത്തി മടങ്ങുകയും ചെയ്ത ബ്രസീലിന് ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ്. ഖത്തർ ലോകകപ്പും കോപ്പ കിരീടവും സ്വന്തമാക്കി അർജന്റീനിയൻ അയൽക്കാർ ലയണൽ മെസ്സിയുടെ തണലിൽ വളർന്നു പന്തലിക്കുമ്പോൾ ബ്രസീലിൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നതിന് വഴിമൊഴി നീട്ടു. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ലെന്ന് ഉറപ്പിക്കുന്ന തീരുമാനമാണ് ബ്രസീൽ ഫുട്ബോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ടീമിനെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കുകയെന്ന ഒറ്റ ലക്ഷ്യം കാർലോ ആഞ്ചലോട്ടിയെ ഏൽപ്പിച്ച ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ മറ്റൊരു തീരുമാനത്തിന് കൂടി പച്ചക്കൊടി കാട്ടുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ. 7 കോടിയിലധികം രൂപ മാസശമ്പളമായി നൽകിയാണ് ആഞ്ചലോട്ടിയെ എത്തിക്കുന്നത്. ഇതോടെ ബ്രസീൽ ടീമിൻ്റെ ആദ്യ വിദേശ പരിശീലകൻ എന്ന വിശേഷണവും ആഞ്ചലോട്ടിക്ക് സ്വന്തമാകും. ലോകകപ്പ് യോഗ്യത റൗണ്ടിൽ അർജന്റീനയോട് 4-1 തോറ്റതോടെ ബ്രസീൽ പരിശീലകൻ ഡോറിവൽ ജൂനിയറിനെ ഫെഡറേഷൻ പുറത്താക്കിയിരുന്നു. ബ്രസീൽ ദേശീയ ടീമിൻ്റെ പരിശീലക ചുമതല ഏറ്റെടുത്തോടെ താൻ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത വെല്ലുവിളിയാണ് തൻ്റെ കൈകളിലേക്ക് എത്തുന്നതെന്ന് ഇറ്റലിക്കാരനായ ആഞ്ചലോട്ടിക്കറിയാം. തൻ്റെ മുന്നിലുള്ള ഈ ദൗത്യത്തിനൊപ്പം നിൽക്കാൻ ബ്രസീലിയൻ ഇതിഹാസം റിക്കാർഡോ കക്കയെ സഹപരിശീലകനായി കളത്തിലിറക്കാൻ ആഞ്ചലോട്ടി നീക്കം ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരു കാലത്ത് ബ്രസീൽ ഫുട്ബോളിൽ നിറഞ്ഞു നിന്ന റിക്കാർഡോ കക്കയെ പരിശീലക സംഘത്തിനൊപ്പം നിർത്താൻ ആഞ്ചലോട്ടി ശ്രമിക്കുന്നതായി ബ്രസീൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബ്രസീൽ ടീമിനൊപ്പം ചേരുന്നതിനൊപ്പം പരിശീലക സംഘം ഉടച്ചു വാർക്കാൻ ആഞ്ചലോട്ടിക്ക് പദ്ധതിയുണ്ട്. ഈ പദ്ധതിയിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിരുന്ന കക്കയ്ക്ക് സുപ്രധാന സ്ഥാനമാവും ആഞ്ചലോട്ടി നൽകുക. ക്ലബ്ബ് ഫുട്ബോളിൽ കക്കയുടെ വളർച്ചയിൽ സുപ്രധാന പങ്കുവയ്ക്കാൻ ആഞ്ചലോട്ടിക്ക് ആയിട്ടുണ്ട്. മിഡ്ഫീൽഡറായിരുന്ന കക്ക തൻ്റെ ഏറ്റവും മികച്ച ഫോമിൽ മിലാനിൽ കളിച്ചിരുന്നത് ആഞ്ചലോട്ടിയുടെ ശിക്ഷണത്തിലായിരുന്നു. 2003 മുതൽ 2009 വരെ ഇരുവരും കട്ടയ്ക്ക് നിന്നപ്പോൾ ചാമ്പ്യൻസ് ലീഗ്, സെരി എ കിരീടങ്ങൾ AC മിലാനിൽ എത്തിക്കാനായി. മിലാനിൽ കളം നിറഞ്ഞ് പന്ത് തട്ടിയ കാലത്താണ് കക്കയെ തേടി 2007 ബാലൻഡിയോർ പുരസ്കാരം എത്തിയതെന്ന പ്രത്യേകതയുമുണ്ട്. ടീം മുഖ്യ പരിശീലകനായി ആഞ്ചലോട്ടി എത്തിച്ച ഫെഡറേഷൻ്റെ തീരുമാനത്തെ സോഷ്യൽ മീഡിയയിലൂടെ കക്ക സ്വാഗതം ചെയ്തിരുന്നു. 43-കാരനായ കക്ക ഇതുവരെ പരിശീലക രംഗത്ത് സുപ്രധാന ദൗത്യം ഏറ്റെടുത്തിട്ടില്ല. ആഞ്ചലോട്ടിയുടെ ക്ഷണം സ്വീകരിച്ച് ബ്രസീൽ ടീമിനൊപ്പം ചേർന്നാൽ കക്കയെ സംബന്ധിച്ചും നിർണായക വഴിത്തിരിവാകും ഈ തീരുമാനം. ഈ സീസണിന് ശേഷം ആഞ്ചലോട്ടി ബ്രസീൽ ദേശീയ ടീമിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കും. 2026 ലോകകപ്പ് മുന്നിൽ കണ്ട് ടീമിനെ സജ്ജമാക്കുക, കപ്പടിക്കുക എന്നീ 2 ലക്ഷ്യങ്ങളാണ് 65-കാരനായ ആഞ്ചലോട്ടിക്ക് മുന്നിലുള്ളത്. റയൽ മാഡ്രിഡിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ആഞ്ചലോട്ടി. മെയ് 25-ന് ലാലിഗയിൽ റയൽ സോസിഡാഡിനെതിരെയുള്ള മത്സരത്തിന് ശേഷം അദ്ദേഹം ബ്രസീലിലെത്തും. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനായി ടീമിനെ സജ്ജമാക്കിയാണ് തുടർന്നുള്ള ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി ടീമിൽ എന്തൊക്കെ അഴിച്ചുപണികളാണ് ഉണ്ടാകുകയെന്ന് കണ്ടറിയാം. 2023 ശേഷം ബ്രസീലിനായി കളത്തിലിറങ്ങിയിട്ടില്ലാത്ത കാസിമിറോ ഉൾപ്പെടെയുള്ളവർ ടീമിൻ്റെ ഭാഗമാകാനുള്ള സാധ്യത ശക്തമാണ്. നെയ്മർ, കാസിമിറോ എന്നീ താരങ്ങൾക്ക് തൻ്റെ ഗെയിം പ്ലാനിൽ വ്യക്തമായ ഇടമുണ്ടെന്ന് ആഞ്ചലോട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ബ്രസീൽ ടീമിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാകുമെന്ന ആകാംക്ഷ ആരാധകരിലും ഫുട്ബോൾ പ്രേമികളിലും ശക്തമാണ്. യൂറോപ്യൻ ക്ലബ്ബുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ബ്രസീൽ താരങ്ങൾ ദേശീയ ടീമിലെത്തുമ്പോൾ ഒന്നുമല്ലാതായി പോകുന്ന കാഴ്ചയാണ് കുറച്ച് നാളുകളായി കാണാനാകുന്നത്. ഈ പ്രതിസന്ധി ഏറ്റെടുത്ത് താരങ്ങളെ ടാറ്റിക്സോടെയും അച്ചടക്കത്തോടെയും കളിപ്പിക്കാനായാൽ ആഞ്ചലോട്ടി പാതി വിജയിച്ചുവെന്ന് വ്യക്തമാണ്. അതിനാൽ എന്തെല്ലാം മാറ്റങ്ങളാവും ഇവിടെ സംഭവിക്കുകയെന്ന് ആകാംക്ഷയോടെ വിലയിരുത്തുകയാണ് ഓരോ ബ്രസീൽ ആരാധകരും.